പവർ അതിനകത്ത് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റിയാണ്. ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അതിന് ഉപോത്ബലകമായ തെളിവുകളും പലതും ഉണ്ടെന്നുള്ളത് സത്യവുമാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ആ തെളിവുകൾ പ്രകാരമാണല്ലോ ഈ പവർ ഗ്രൂപ്പ് അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിനകത്ത് ഞാൻ പറയുന്ന അതില്ലേ എന്താണ് വിനയൻ്റെ ജഡ്ജ്മെൻറ്റ്, അതിനകത്തെന്ന് പറയുന്ന തെളിവ് സഹിതം അതിനകത്ത് പറയുന്ന ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. അല്ല, അദ്ദേഹം തന്നെ ഈ രാജിവെച്ചതിൻ്റെ തെളിവ് അത് തന്നെയല്ലേ? അല്ലെങ്കിൽ അത് രാജിവെക്കേണ്ട കാര്യമുണ്ടോ? നിയമവിധേയമല്ലാത്തത് എവിടെയും നിലനിൽക്കില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജി ഇരിക്കുന്നതിൻ്റെ പുറകിൽ നല്ല ഒന്നാന്തരം ദേവനാഗരി ലിപിയിലും ഇംഗ്ലീഷിലും എഴുതി വച്ചിരിക്കുന്നത് സത്യമേവ ജയത്തെ. അത് സത്യമേ ജയിക്കൂ. ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടഞ്ഞു തന്നെ ആവണം, അല്ലേ? വിഗ്രഹങ്ങൾ ഉടയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയണം. കാര്യം വിഗ്രഹങ്ങളെന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ അവരിൽ അതായത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഇല്ലാതായാൽ, വിശ്വാസം വഞ്ചന നടത്തിയാൽ അത് ഉടച്ച് കളയണം. ഉടയല്ല, ഉടയ്ക്കണം. അത് തന്നെയാണ് സാർ പറയുന്നത്. ഉടയപ്പെടേണ്ട വിഗ്രഹങ്ങൾ ഉടയണം. അതെനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനിപ്പോൾ അവിടെ ഇല്ലല്ലോ. ഇല്ലാത്തവരുടെ കാര്യം ഞാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുക? ഈ സിദ്ദിഖിൻ്റെ ഈ രാജി ഒരു കാവ്യനീതി ആണ് എന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? എനിക്ക് അങ്ങനെ വലിയ കാവ്യനീതിയായിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം. അന്നേ എനിക്ക് പറയാനുള്ളത്. ആരോപണ വിധേയനായ നമ്മുടെ ചെയർമാൻ രഞ്ജിത്ത് പോലും രാജി വെച്ചിട്ടില്ല. ഇയാളാണ് രാജി വെക്കേണ്ടത്. രഞ്ജിത്തിൻ്റെ രാജി ആവശ്യമല്ലേ ഈ ഘട്ടത്തിൽ? അത് ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമല്ലത്. അത് എനിക്ക് നേരത്തെ പറയാനുള്ളൂ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. അത് ആരാണ് എന്താണ് അത് ഇനി ആരോപണങ്ങൾ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ പറയാമല്ലോ, പണ്ട് ഈ അതിജീവിതയുടെ ആ ഒരു വിഷയം വന്നപ്പോഴും ഒന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നത് നിങ്ങളെ പോലുള്ളവർ ഒന്ന് ചോദിച്ചു. ഞാൻ പറയാം, അതൊരു നേരത്തെ പറഞ്ഞ പോലെ നിയമബോധമുള്ള ഒരാളെന്ന നിലയ്ക്ക് അതൊരു ആരോപണമായിട്ട് നിലനിൽക്കുകയാണ്. ആ ആരോപണമായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം അതിനെക്കുറിച്ച് അത് കോടതി തീരുമാനമാകുന്നവരെ അതിനെക്കുറിച്ച് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വിഷയം. ഈ വിഷയം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണ്. ഈ പറയുന്ന ഹേമ കമ്മിറ്റിയിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്, അല്ലേ? നിങ്ങൾക്കും അറിയാവുന്നതാണെന്നാണ്. ഇപ്പോൾ ഇതൊരു പുതിയമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണ്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല എൻ്റെ പ്രസക്തി. അതിനകത്ത് എൻ്റെ പുതിയതാണ്. അതായത് ഈ ഹേമ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടത്. പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ വിഷയമല്ല. പക്ഷേ ഇദ്ദേഹം അവിടെ ഇരിക്കുന്നത് ഈ പറയുന്ന സിനിമയുടെ ഒരു വലിയ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു ധാർമ്മികത അത് അദ്ദേഹം കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ രാജി, അല്ലേ? രാജി വെച്ചു എന്നാണ് എനിക്കറിയുന്നത്, അല്ലേ? രഞ്ജിത്ത് രാജിവെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ധാർമ്മികപരമായ, അതിന് ഞാൻ അദ്ദേഹത്തിന് അതും ഈ പറഞ്ഞ പോലെ സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് സർക്കാർ തന്നെ അത് ന്യായീകരണം തരുമല്ലോ. പിന്നെ നമ്മൾ അന്നേരം അതിനെക്കുറിച്ച് ഞാൻ എന്തിനാണ് മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യം എന്താണ്? ഞാനതിന് മറുപടി പറയേണ്ട കാര്യമില്ല. എന്നെ പുറത്താക്കുന്നതിനേക്കാൾ ഒന്നാമത്തെ കാര്യം അത് അച്ഛനെ പുറത്താക്കിയ കാര്യമാണ്. അല്ല, അദ്ദേഹം എന്നെ പുറത്താക്കാനായിട്ട് അങ്ങനെ ഒരു ഉത്സാഹം കാണിച്ചതായിട്ട് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ആരോപിച്ചിട്ടുമില്ല. ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുമില്ല. പക്ഷേ അവിടെ ഒരു കാര്യമുള്ളത്, പ്രസിഡന്റിനാണ് അവിടെ സർവാധികാരം എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ എൻ്റെ അച്ഛൻ്റെ വിഷയത്തിലൊക്കെ പുള്ളി ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു കണക്ഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ആരോപിക്കാം. പക്ഷേ അതിനകത്ത് എനിക്ക് ആരോപിക്കാനായിട്ട് മാത്രം അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല. ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെയും പറഞ്ഞിട്ടുള്ളൂ, എവിടെയും പറഞ്ഞിട്ടുള്ളൂ. സാർ, അത് ഒരു അനാവശ്യ ചോദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ചു. വനിതാ അംഗങ്ങളെന്ന് പറയുന്ന നമ്മളെല്ലാവർക്കും ഒരു തൻ്റെ ഇടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. ഇപ്പോൾ അങ്ങനെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അത്യാവശ്യം തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് പോലും
ഭയത്തോടു കൂടിയാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ പവർ എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ എന്നെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന, അല്ലെങ്കിൽ 2018 ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം സംഘടനയിൽ എത്രയോ ആളുകൾ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള, എൻ്റെ ആത്മമിത്രങ്ങളായിട്ടുള്ള പല ആൾക്കാരുടെയും മക്കളുടെയും ഒക്കെ കല്യാണം നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോലും നടന്നിട്ടുണ്ട്. അതിലൊരു നടൻ്റെ ആയിട്ട് ഞാൻ ഞങ്ങൾ പല സെറ്റുകളിലും ഒരു കട്ടിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞ അത്ര ഇൻറ്റിമസി ഉള്ളൊരു നടനാണ്. ഞാൻ ആളുടെ പേര് പറയാനായിട്ട് ഉദ്ദേശിക്കാറ് അവരെൻ്റെ അത്ര സൂത്താണ്. എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു കുറ്റമായിട്ട് ആരോപിക്കുകയല്ല. പക്ഷേ അവരെ ഞാൻ അവനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല. പക്ഷേ അവരുടെ മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പോലെ അല്ല മോളെ പോലെയുള്ള ആൾക്കാരാണ്. എന്നെ ആ കല്യാണത്തിൽ നിന്ന് വിളിക്കാതെ വന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളത്. ഞാൻ അതിന് മാത്രം ഇവനോടൊക്കെ എന്താ തെറ്റ് ചെയ്തത്? അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ നിർദ്ദേശം അവനെ ഒരു കാര്യത്തിനും അടുപ്പിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, അവിടെ എത്ര കൊച്ചിയിൽ എന്തുമാത്രം ഫങ്ഷൻസ് നടക്കുന്നു, ചാനലുകളുടെയും അതിൻ്റെ. എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുപോലെ മറ്റേ പണ്ട് CCL ക്രിക്കറ്റ് ലീഗ് നടന്നു. അവിടെ എവിടെയെങ്കിലും എനിക്ക് സീറ്റ് തന്നെ എവിടെയാണെന്നറിയാം? ഗാലറിക്കകത്താണ്, ജനങ്ങളുടെ കൂടെ. പക്ഷേ 2020 എന്ന് പറയുന്ന സിനിമയിൽ പ്രധാന വില്ലൻ വേഷം ചെയ്തത് ചേട്ടനാണ്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഡേറ്റ്സും എൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ജോഷിയോടുള്ള ഏറ്റവും വലിയ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണോ? അങ്ങനെ പറയേണ്ട കാര്യമില്ല. ജോഷി സാറിന് എന്നെ ഇഷ്ടമാണ്. എന്നോട് എൻ്റെ കഴിവിലുള്ള വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ഇടപെടലായിരിക്കാം. എനിക്കറിയില്ല, എന്താണെന്നറിയില്ല.